ഇന്നലെ രാത്രി വൈകി മുൻപിലേക്ക് വന്ന ഒരു വീഡിയോ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ആദ്യം ഞാൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകാം. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മുൻപിലേക്ക് ഒരു അപേക്ഷയുമായി എത്തിയ ഒരു മനുഷ്യന്റെ ദൃശ്യമാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയുടെ മുൻപിലേക്ക് തൃശൂർ മണ്ഡലത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, പേരെനിക്കറിഞ്ഞുകൂടാ, ഒരു വൃദ്ധനായ മനുഷ്യൻ എന്തോ ആവലാതിയുമായി വന്നതാണ്. ആ മനുഷ്യന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ ദയനീയത തോന്നുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു നിവേദനം സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? അതൊന്നും ഒരു എംപിയുടെ ജോലിയേ അല്ല എന്ന്. കേവലം ഒരു എംപി മാത്രമല്ല സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ പിന്നെ കേന്ദ്ര സഹമന്ത്രിയുടെ പണി എന്താണ്? ഈ പറയുന്ന മനുഷ്യരുടെ ആവലാതികൾ കേൾക്കാനും പറ്റുമെങ്കിൽ പരിഹാരം കാണാനുമല്ലേ ആ പദവിയിലേക്ക് ആ മനുഷ്യർ ജയിപ്പിച്ചു വിട്ടത്? പിന്നെ നിങ്ങളുടെ പണി എന്താണ് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയാണ് സുരേഷ് ഗോപി. നിവേദനം നൽകാനെത്തിയ വയോധികനോടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സുരേഷ് ഗോപി ആ ഒരു നിവേദനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും അതൊന്നും ഒരു എംപിയുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറയുകയും ചെയ്തു എന്നുള്ള ആ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തത്തിലും ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഒരു എംപി മാത്രമല്ല അദ്ദേഹം, കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഈ ഒരു ജോലി ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുകയും കഴിയുമെങ്കിൽ പരിഹാരം കാണുകയുമാണ് എന്നതാണ്. എന്നാൽ ഒരു ജനപ്രതിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളും ശരീരഭാഷയുമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായതും. അതുപോലെ പുച്ഛത്തോടെയാണ് അദ്ദേഹം ആ ഒരു മനുഷ്യനെ സമീപിച്ചതെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയധികം ദാർഷ്ട്യവും അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ പ്രതികരണം മറ്റൊരു ജനപ്രതിയുടെ ഭാഗത്തു നിന്ന് മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന നീല ഷർട്ട് ധരിച്ച മറ്റൊരാള് പേടിച്ച് തന്റെ കയ്യിലിരുന്ന നിവേദനം പുറകോട്ട് വലിച്ചതായും വീഡിയോയിൽ കാണിക്കുന്നു. തൃശൂർ ജില്ലയിലെ പുള്ളി ചെമ്മാപ്പള്ളി മേഖലയിൽ നടന്ന കലിംഗ സൗഹാർദ്ദ വികസന സംവാദത്തിനാണ് ഇക്കാര്യം നടന്നത്. വലിയ ചർച്ചയാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പുള്ളിലും ചെമ്മാപ്പള്ളിയിലും നടന്ന സദസ്സിൽ സുരേഷ് ഗോപിക്കൊപ്പം നടനും BJP നേതാവുമായിട്ടുള്ള ദേവൻ, സംവിധായകൻ സത്യൻ അന്തിക്കാടും പങ്കെടുത്തു. ജനങ്ങളോടുള്ള കടമയോ സ്നേഹമോ ഇത്രയേ ഉള്ളൂ എന്നും സുരേഷ് ഗോപി ഇപ്പോഴും സിനിമാ അഭിനയത്തിൽ നിന്നും ഭരത് ചന്ദ്രൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നും സമാന്തര ലോകത്തിലെ പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും കാണുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സഹായം ലഭിക്കാൻ ഒരു ചെറുവിരൽ പോലും സുരേഷ് ഗോപി അനക്കിയിട്ടില്ല.